ഏരിയയിൽ തന്നെ നിൽക്കുവാണ് അവൻ്റെ. ഓക്കെ, കെ കെ ബി പുഷ് ചെയ്യുന്നുണ്ട് താഴെ കൂടെ. ഈ ഒരു റേഞ്ചിൽ നിന്ന് കെ കെ ബി പുഷ് ചെയ്യുന്നു. ഓക്കെ, കെ കെ ബി പുഷ് ചെയ്തു ഇവിടെ ഓൾമോസ്റ്റ് ഫിറ്റിങ്. ഓക്കെ, കെ കെ ബി ഓൺ ഫുട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുന്നു. ഫുട്ടിൽ നിന്ന് കളിക്കുകയാണ് കെ കെ ബി. ഓക്കെ, കൗണ്ടർ ഫയറിന് ഇറങ്ങി. ഓക്കെ, കൺട്രോൾ ചെയ്യുന്നു. നൈസ് അടി. ഓക്കെ, 135 വാച്ചിങ് കേസ് സബ് ഓ ഇല്ലവൻ അവനെ പുഷ് ചെയ്യണം. അല്ല ചെയ്യുന്നില്ല. ഇല്ല. ഓക്കെ, കെ ടിവിയുടെ ഒരു വെഹിക്കിൾ മാത്രമായിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. റൊട്ടേഷൻ എടുക്കാൻ തോന്നുന്നു. ടി വി ഇവിടെ തന്നെ കളിക്കുകയാണ്. കെ കെ ബി ഇവിടെ ഓൺ ഫുട്ട് ഇറങ്ങിയിട്ടുണ്ടേ. താങ്ക് യു സോ മച്ച് ഫോർ ദ 100 ഗോൾ. എനിക്ക് ഇവിടെ ഓൺ ഫുട്ട് ഇറങ്ങിയത്. ഇപ്പൊ എനിക്ക് എന്നാ പിന്നെ എനിക്കൊന്നും ആഷിഫ് സാബർ താങ്ക് യു 100. ഓക്കെ, കെ കെ ബി പുഷ് ചെയ്യുന്നു. ഇതെന്ത് നടക്കുന്നു? ആ കെകെബിക്ക് കൗണ്ടർ ഫയറിംഗ് ഇവിടെ. സോറി, ടിവിക്ക് കൗണ്ടർ ഫയറിനായിട്ട് കെകെബി ചത്ത് കേറാ വണ്ടിയെല്ലാം ചത്തു. ഓക്കെ, ജസ്റ്റ് ആരും ഡൗൺ ആയിട്ടില്ല ഇതല്ലേ. നൈസടാ, വണ്ടി പോയാ നൈസ്. ഒരു ടൗൺ പോലും വീണില്ലൂടെ. വാറായ. ഓക്കെ, കെ കെ ബി ഓക്കെ. എവിടെയാണ് മാർക്ക് ചെയ്തത്? ഫസ്റ്റ് ഓക്കെ, എജെ ഡൗൺ, ഫസ്റ്റ് ഡൗൺ എജെ സെയിൽസ്. ഓക്കെ, കെ കെ ബി ജെക്സി ഡൗൺ. ഇവിടെ 723 674. ഓക്കെ, ഇവിടെ ഓൺ ഫുട്ട് ഫൈറ്റിന് ശ്രമിക്കുന്നു കെ കെ ബി. ചെറപറ അടി ഇവിടെ. എന്ത് സംഭവിക്കുന്നേ? മൊത്തത്തിൽ മറ്റേ എന്തുവാടാ ഇവിടെ? കെ കെ ബി ചുറ്റിനും അടിയുണ്ട് കേട്ടോ. കെ കെ ബിക്ക് ചുറ്റിനും അടി. ഓ, ഈ സൈഡിൽ നിന്ന് ഒരു പുഷ് ടിവിയുടെ ഇവിടുന്ന്. ഓക്കെ, ഓക്കെ, ടി വി ഇവിടെ ബാക്ക് സ്റ്റാപ്പ് കുത്തും. ഓക്കെ, ടി വി കെവിൻ ഡൗൺ, ടി കെ രായൻ ഡൗൺ. ബാക്കിലാരോ വന്നായിരുന്നല്ലോ. എനിക്ക് സാഹചര്യം ഇച്ചിരി ലേറ്റായി. അങ്ങനെ യൂസൊക്കെ അടിക്കട്ടെ. അവർക്ക് എത്ര അടി അടിക്കണോ? ഒരാൾ വീഴണം. ഓക്കെ, ടി വി ഫ്ലഫി ഡൗൺ. ഓ, ഇവിടെ ഇടിച്ച് കളിക്കുന്നു. ഓ, ടി വി വലിയ ഡൗൺ.
CV ഡൗൺ. ടാച്ച് അവിടെ ബുക്ക് എടുത്തു. ടാച്ച് അടുത്ത ബുക്ക് എടുത്തു. അണ്ണ ഒരു കാട്ട് പരിപാടി ഇടിച്ചല്ലേ ഹെൽമെറ്റ് കളഞ്ഞു പുണ്ണ കണ്ട് ഉണ്ടച്ചുവൻ ഓക്കേ KKB ഡൗൺ. എത്തിയോണേ ഇവ സാവേജ് ഡൗൺ. റാങ്കിനിട്ട് ഒരു അടി കൊടുത്തേ. ലെസ്സി അടുത്ത ആർമ അടിച്ചിട്ടുണ്ട്. ഹലോ ഹലോ ഓക്കേ ലെസ്സിക്ക് ഇപ്പോ ബാക്ക് ഷാവ്. ആരാ കൂടുതൽ ഡൗൺ? ഓ ലെസ്സി തീർന്നു സുനിമോൻ എടുക്കും ലെസ്സിനെ. സോ എടുത്തു ഹോൾഡൗൺ ആണെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ്. കുമാര പ്ലേസിനെ ഒന്നും കാണുന്നില്ല. എടാ ഇവിടെ ഭയങ്കര ടൈം എടുക്കുന്നുണ്ടോ ഒരാൾ പരിപാടിയാണ്. ഓക്കേ എല്ലാരും ജിയർ ഭയങ്കര അടിച്ചു. 25 മണിക്കൂർ. ഇവിടെ ജിയർ അടിക്കുന്നവർ ഇവിടെ എന്തോ ഒരു കുറെ ഒരു ഡൗൺ എന്തായാലും റാൻ ഡൗൺ. നൈസ് ഫൈറ്റ് ആയിരുന്നു ഇത്. 2 3 4 5 പൊളി ഫൈറ്റ്. ചത്തവര് വീണ്ടും എണീച്ചു വരുന്നുണ്ട് അവിടെ. ഈ ഒരു ഏരിയയിൽ അടിച്ചു തീർന്നു. എണ്ണിച്ച് നിക്കണ മാതിരി മറ്റേ ഇതല്ലേ നോക്കല്ലേ കഴിഞ്ഞ മോനെ നൈസ് ഇതുവരെ ഉള്ള വാറില് ഞാൻ മാക്സിമം കുറച്ച് ടൈമെങ്കിലും നിന്നുള്ളൂ. ഇത് കൊള്ളാം. അല്ല ഇതുവരെയുള്ള വാർത്ത കൂടുതൽ ടൈം അമ്മ ഓൾഡൗൺ ആയി. ഐ തിങ്ക് ഓൾഡൗൺ ആയി. ഞാൻ കണ്ട് അണ്ണ എന്നെ ഒരു ഇടിച്ച് എന്നെ ആദ്യത്തെ നമ്മള് ഞെക്കുവായിരുന്നു. ഞാന് വിൻഡോ സ്റ്റീവ് കൊണ്ടിരുന്ന് ഞെക്കണ സൈഡിൽ ഇരുന്ന് കണ്ട് ഞാനാണ് നോക്കുന്നത്. എന്താ ഒരാൾ ചാവ എന്താ എത്ര ഉണ്ടാവും. അണ്ണ ഹെൽമെറ്റ് കടിച്ചിട്ട് അടിക്കാം. കഴിഞ്ഞല്ലേ ഇപ്പൊ എന്താണ് നമ്മളെ 9 പേര് ഡൗൺ ആയി. കിടിലൻ കളി നൈസ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ടീം ഇതുപോലെ ഇങ്ങനെ നിന്ന് ഒരിടത്ത് വളരെ ചുരുക്കം. KBയുടെ ഒക്കെ പറഞ്ഞില്ല. ജോൺ സ്റ്റീഫൻ ഉണ്ടെന്ന് സ്റ്റൈലായിട്ടൊരു പയ്യൻ ആദ്യം വീണത് ഉണ്ടായിരുന്നു. അതിലായിട്ടാണ് സെയിൽസിനെ നീയാണ് അടിച്ചിട്ടത്. ഫ്ലഫി ഞാനാ നിനക്ക് കിട്ടിയ നിനക്കാണ് അവനെ കിട്ടിയത്. സംസാരിക്കാൻ ചിരിയോ വരണത്. അയ്യോ സ്റ്റൈലായിട്ട് ഇനിമേ ചാച്ചിക്കോ മാത്രമേ പറ്റുള്ളൂ. കണ്ട് അയ്യോ അണ്ണാ അവന് വെടി വെക്കാൻ പറ്റാണ്ടാണ് എന്റെ ഹെൽമെറ്റ് ഇടിച്ച് കൊന്നിട്ട് അവൻ വണ്ണച്ചുവായി. അപ്പഴാണ് നീ അവൻ ഇടിച്ചത്. സിറ്റുവേഷൻ ended 3 days cool down applied. Okay. പയ്യന്മാർക്ക് നമ്മളിവിടെ കാലുകുത്തേണ്ട അന്ന് തൊട്ട് ഒരു സിറ്റുവേഷൻ എടുക്കണമെന്ന് അങ്ങ് ഭയങ്കര മുട്ടി നിക്കുവായിരുന്നു. വലിയ കഴിയായിരുന്നു. വലിയ ചേർന്ന് ഒരുത്തനെ അടിച്ചപ്പോ അങ്ങ് വലിയ മാസമായിരുന്നു. എന്തോ പറ്റി സീരിയസ് ആയിട്ട് പറയാം. ഇവിടെ ആരും ഈ മെക്കാനിസം കളിച്ച് ഒന്നും ഗ്രൈൻഡ് ഇട്ടില്ല. ഇവിടെ നമ്മള് ഇവന്മാർക്ക് അടിക്കാമെങ്കിൽ ഈ ടൈമിൽ നമ്മൾ അടിക്കായിരുന്നു. അതുപോലെ ഇവന്മാർക്ക് പറ്റിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ എക്സലാൻഡസില് മര്യാദക്ക് അടിക്കാൻ അറിയാവുന്ന ടീം എന്ന് പറയുന്നത് KBയാ. അവന്മാരായിട്ട് എന്തായാലും അവന്മാര് വാറെടുക്കത്തില്ല. ഓപ്പൺ വാർ. ബാക്കി ഇവിടുത്തെ അണ്ണാമ്പണ്ണി മരപ്പട്ടികളെ അടിച്ച് ശീലിച്ചു വെച്ചിരിക്കുക. ഇവന്മാർക്ക് അറിയത്തില്ലല്ലോ. ഇവന്മാർക്ക് അറിയത്തില്ലായിരുന്നല്ലോ ലോബിമാരെ അറിയില്ല. അവന്മാർ ഇനി തല്ല് കൊള്ളുമ്പോ പഠിച്ചോളൂ. ഇനി മനസ്സിലാവും. ഇനി തല്ല് നല്ല കിട്ടിയില്ല. ഇന്ന് കിട്ടിയില്ല. അങ്ങനെയാണോ ഇവരൊരു ഇതുണ്ടല്ലോ അത്യാവശ്യം നല്ല ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് ആണോ ഇവിടത്തെ? എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചത് എനിക്ക് തീട്ടായിട്ടാണ് സീരിയസ് ആയിട്ട് വെച്ചേട്ടാ. അങ്ങനെയല്ല ഇതുണ്ടാ ഹുക്കുമെന്നോടാമാരെതിരെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലല്ല ഞാനൊരു കാര്യം പറയണേ. നമ്മളിവിടെ വന്ന് എല്ലാം സോൾവ് ചെയ്ത് നമ്മളെല്ലാം ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ പയ്യെ തുടങ്ങാന്ന് വെച്ചിട്ട് ഇവന്മാർക്ക് തുടക്കം വന്നതിന്റെ അന്ന് തൊട്ടങ്ങ് അടിക്കണം. വന്നതിന്റെ അന്ന് തൊട്ട് അവന്മാർക്ക് അടിച്ചേ പറ്റുള്ളൂ. അത് അവന്മാർക്ക് മുട്ടി നിൽക്കുമായിരുന്നു തല്ലുപൊള്ളികള്. കൊണ്ടു തുടങ്ങട്ടെ. ഇവിടെ നിന്ന് തുടങ്ങട്ടെ. ഇവിടെ വെച്ച് പൊട്ടിച്ചു. പക്ഷെ ഇനി ഇതെടുത്തിട്ട് വേറെ പോയി. ഞാൻ നോക്കിട്ട് ചാവത്തില്ല. നിങ്ങൾ അടിയോട്ട് അടി. ഞാൻ എന്താ ചാവാത്ത? ഞാനേ ഇപ്പൊ ചാവുന്നില്ല ഒരുത്തമാര്. എന്തിനാണ് അത് ആലോചിക്കുന്നത്?
ഇല്ലല്ല അവര് നിക്കുവാണ് ഇത് സംഭവം എന്താ വെച്ചാടാ ഒരുത്തിനെ മറ്റേ 3 പേരൊക്കെ ചേർന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണോ ആ രീതി കളിച്ചിട്ടേ കാര്യമുള്ളൂ. മനസ്സിലായി? ഇവിടെ ലൈക് പാണ്ടിക്കുത്ത തന്നെയാണ് ബെറ്റർ സത്യം പറഞ്ഞത്. നിക്കും സാവേജ് കൂടി കളിച്ചത് നൈസായിരുന്നു. നൈസ് 2 കവർ നൈസായിരുന്നു. നിക്ക് സാവേജിന്റെ പൊസിഷനിങ് നൈസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ആടാടാ നിങ്ങളെ പോയിട്ടാ റെസ്റ്റ് എടാ ഇറ്റാച്ചി പിയോ ചോദിക്കോ. ഞാൻ സംഭവം കളിച്ച നിങ്ങളെ വാറിലെ ഏറ്റവും കിടിലം ഒരു കോൺട്രിബ്യൂഷൻ സത്യം പറഞ്ഞാൽ നിക്ക് ഇവനാണ് സാവേജ്. നിങ്ങൾ കണ്ടോണേ ഇവിടെ ഇവിടെ വെച്ചൊന്ന് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കളി നമ്മളത് പോയെന്നല്ല നമ്മളെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി ഇവിടെയാണ്. നോക്കിയോ ശിവമാര് നോക്കിയോ എന്നാണ് ഇവിടെ കണ്ട. ഇവിടെ എത്തിയപ്പോ എല്ലാരും ഇവിടെ ഫൈറ്റ് എടുക്കാൻ ആൾക്കാർ വന്നു. പക്ഷെ ഇവിടെ റോൺ ഫുഡ് ഫൈറ്റിന് ശ്രമിക്കുന്നു. 5 പേര് ഇവിടെ മനസ്സിലായി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 4-5 പേര് അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ്. ഇവിടെയാണ് ഫസ്റ്റ് ഫൈറ്റ് പൊട്ടുന്നത്. ഓക്കെ താഴെ ഫൈറ്റ് പൊട്ടി പിന്നെ ഇവിടെ സ്നൈപ്പ് ഡൗൺ ആവും. പക്ഷെ സ്നൈപ്പ് വേറെ ഇവിടെ ആരും അമ്മമാരും ഡൗൺ ആവും. ഇറ്റാച്ചി ഇവിടെ ആരെയും വിക്കെടുക്കും. അല്ല സാവേജ് ഒരു വിക്കെടുക്കും. ഒരു രായ അടുത്ത വിക്കെടുക്കും. അവിടെ താഴെന്ന് എടുക്കും. താഴെന്ന് രായനിപ്പോ ഒരു വിക്കറ്റാണ്. കണ്ടോ ഒരു വർഷം അടിക്കണോടെ അവർക്ക് ചാവണമെങ്കിൽ സരക്കണ്ണ ഇത് നടന്നോണ്ടിരിക്കുമ്പോഴേ ഇവിടെ എന്താ കോള് കേൾക്കണെന്ന് അറിയാം. രായ എന്താ വലിയാന്ന് വലിയാന്നുള്ള കോളാണ്. ഞാൻ അതിനിടയ്ക്ക് റേഡിയോ ഞാനും ഓക്സിജൻ റേഡിയോ ഇരുന്ന് പറയാ വലിക്കല്ലേ അടിച്ചടിച്ച് കളിക്കുന്നു. വലിക്കാതെ എല്ലാ ബാക്കിയുള്ളവരോട് വന്ന് കൂടെ സത്യം പറഞ്ഞ ഇവിടെ നിങ്ങൾ ഒരു വൃത്തിയുടെ പൊസിഷനിലോട്ട് എത്തി. അപ്പൊ നോക്കിയോ ഇപ്പൊ ഇവന്മാർ ഇവിടെ എത്ര മോള് കേറി. ഇപ്പൊ നോക്കി ഇപ്പഴാണ് പയ്യന്മാർ എൻട്രി. ഇത് ഞാൻ കണ്ട് ഇവന്മാര് ഈ സാവേജ് നിക്ക് ഇവിടുന്ന് അടിച്ചപ്പോ ഇവന്മാര് ബാക്ക് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഫ്രണ്ടിക്ക് കേറിക്കോളാൻ പറഞ്ഞു. നിക്ക് സാവേജ് ഇവിടെ ഒന്ന് അടിക്കുമ്പോ ഇവന്മാര് പേടും. മനസ്സിലായോ? ഇവന്മാരെല്ലാം ഓടും. കണ്ട വഴി കണ്ട നമ്മളവിടെ പോകുമ്പോഴേ നമ്മളവിടെ ഒരു പിക്ക് എടുക്കും. എന്നിട്ട് സാവേജിന് ഒരു പിക്ക് കിട്ടല്ലേ ഇവിടെ. എന്റെ കൂടെ എന്നിട്ട് ഇവിടെ ഇവന്മാരെല്ലാം ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ ഇപ്പൊ രായനും ഇവര് മാത്രമാവും. ഞാൻ ഇവന് മാത്രം വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. വണ്ടി കയറാൻ പറ്റുമായിരുന്നാടാ? ഇല്ല വണ്ടി അത് കേറി കഴിഞ്ഞാ ചാവും. അതാ നിന്നടിക്കാൻ പറഞ്ഞത്. ഞാൻ 20ലാണ് ഞാനും കിണ്ടിയും കൂടെ ഇവിടെ രായനും കെവിനും ഡൗൺ ആയി. മനസ്സിലായി? രായനും കെവിനൂടെ ഡൗൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ കറക്റ്റ് സ്റ്റാവേജിനിക്ക് ഇവിടെ വരും. കറക്റ്റ് കണ്ട നൈസ് ആ സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് കറക്റ്റ് കയറും. പക്ഷെ ഇപ്പൊ ഒരു കോമഡി ഉണ്ട്. നോക്കിക്കോണേ ഇവിടെ ഇവൻ നോക്കുവാണേ 1 HP രായടാ. എന്നിട്ട് ഓട് നോക്കിക്കോണേ ഓടുകൂടെ അവിടെ നിന്ന് എത്ര ഫ്ലഫി ഡൗൺ ആയ. ഇപ്പൊ നോക്കിക്കോണേ ഇപ്പൊ ലില്ലി പോയിട്ട് സീനോട്ട് നോക്കിക്കോണേ. അടിച്ച അവൻ 1 HP ആയി. അവൻ 1 HP ആണ്. 1 HP ആണ് നോക്കിക്കോണേ. എന്നൊരു ഇവിടെ ഇടിച്ചു കഴിക്കുന്നു. ഹെൽമെറ്റ് അടിച്ചിട്ട് അടിച്ചുവല്ലോ. എനിക്ക് ഫ്രാങ്കിനെ കിട്ടി. ഇപ്പൊ റൈറ്റ് സൈഡ് 2 പേരുണ്ട്. ഇവിടെ നൈസായിട്ട് ഇറ്റാച്ച് 2 വിക്കറ്റ് എടുക്കും. ആ സമയത്ത് കറക്റ്റ് ആ 2 ലോ ആയിട്ട് 3 ഫ്രാങ്ക് ജാക്ക് ബോൾസ് ഇത് കണ്ട ഇവിടെ വൻ പേടി. ഇവ ചാവേടാ അവൻ റിഫ്രഷ് ചെയ്യടാ. കറക്റ്റ് റിഫ്രഷ് ചെയ്യും. സംഭവമില്ലേ ഇവിടെ ലോ ആയി കണ്ട. റിഫ്രഷ് ചെയ്യും. എന്റെ എസ്കേപ്പ് ഉണ്ട് അവിടെ. അയ്യോ റീഫ്രഷ് ചെയ്തു. തുനിമോൻ എടുക്കോ ലെസിനെ. എടുത്തെടുത്തെടുത്തു. ഓക്കെ നമ്മളിവിടെ ഞങ്ങള് നിന്ന് കളിച്ചെന്ന് കാണിച്ചു കൊറേ നാൾക്ക് ശേഷമുള്ള വാറല്ല. ഈ സമയത്ത് നമുക്ക് പാർക്കോറ മൈൻഡ് വന്നില്ലല്ലേ?
അണ്ണ സ്പീഡ് പാർക്കോർ ഇട്ട് വണ്ടിയുടെ മണ്ട കയറും. പാർക്കോർ ഉണ്ടായിരുന്നില്ല, ഞാൻ ആ സൈഡിൽ നിന്നിട്ട് ഞാൻ ഓടി വന്ന് ആ സൈഡിൽ നിന്ന് തള്ളി ഇട്ടിട്ട് എടുത്തിട്ട് അടിച്ചത്. ഹൈപ്പർ ക്രൂസർ ബ്രോ താങ്ക് യു ഫോർ 2000 rupees സൂപ്പർ ചാറ്റ് ടു ദ ഹോൾ survey ടീം. നോക്കണ്ട. എന്റെ എന്റെ ലൈവ് എടുത്ത് നോക്കണ്ട. ഞാനില്ല. അല്ല കില്ലുള്ളവരെ കാണിക്കും എനിക്ക് കില്ലുണ്ടോ അണ്ണ? എനിക്ക് കില്ലുണ്ടോ? എന്റെ കില്ലുണ്ട്. അണ്ണ എന്റെ വെച്ചാൽ 2.5 മണിക്കൂർ സിനിമയായിരുന്നു ഫുൾ പേടി. മാത്രം അയ്യോ ഞാനും കിട്ടിയ നരകത്തിലിരുന്നാണ് കളിച്ചത് അവിടെ. ഞാനുണ്ടല്ലോ ഒരു കാറിന്റെ ബാക്കിൽ അത് തന്നെ ഇവിടെ നോക്കണം എന്റെ അമ്മ. മറ്റേ മണിച്ചിത്രത്താഴിൽ മറ്റേ വിൻഡോയിലൂടെ നോക്കുന്ന പോലെയാണ് ഇമാര് നോക്കുന്നത്. ഇപ്പൊ ഓരോരുത്തന്മാര് തലയെടുപ്പം. ഇങ്ങനെയൊന്നും അടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഓ നമ്മള് അവരുടെ അടുത്ത് അടിക്കും. ഇപ്പൊ നോക്കണം സ്പീഡിന്റെ ഒരു സാധനം ഉണ്ട് ഇവിടെ. സ്പീഡ് ബാല ലൈവ് ഇട്ടേക്കുന്നു. ഇതെന്ത് വൈരി. പാർക്കോർ ഫെയിൽസ് ആണ്, പാർക്കോർ ഫെയിൽസ്. അയ്യോ പൊക്കി ചത്ത് ആള് ചത്ത്. അവൻ പറഞ്ഞു കേട്ടോ സ്റ്റക്കായി ഇത്. എന്തിനാണ് ഇതൊക്കെ ഒരു ചാവതില്ല അടിച്ചിട്ട് ഇത് KGF ആണ്. ഇത് ശരിയായ KGF. ഞാൻ നോക്കുമ്പോഴേ കിണ്ടി മാലിന് വീരുന്ന അടി കൊള്ളണ്. എന്റെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ബാലിനൊന്ന് വീഴും. ഞാൻ വിചാരിച്ചു ബാലം വീണപ്പോ ചത്തന്ന്. എന്റെ POവിലൊക്കെ ബാലം വീണ് കിടക്കുമായിരുന്നു. ഇതേതാ ഗ്യാഗ് ഇതൊക്കെ നമ്മള് നടക്കൂല. ഇത് നടക്കൂല. അവൻ ബാക്ക് ഇറങ്ങുകയാണെങ്കിൽ കേറി അടിച്ചോളാം. ഇവൻ ഇങ്ങനെ വീണപ്പോ ഞാൻ വിചാരിച്ചു ഇവൻ ചത്തന്ന്. എന്റെ വ്യൂവിൽ ഇവൻ ചത്ത പോലെ കിടക്കുമായിരുന്നു. കുറച്ച് കഴിയുമ്പോ എടാ ആ അടിയിൽ അവന്റെ HP കുറഞ്ഞിട്ടില്ല, അതറിയോ? ഈ അടിയിലൊന്നും ചാവൂല, ചാവില്ലടാ. HP കുറയത്തില്ലടാ ഇവന്മാരുടെ. പകുതി HP കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഹീൽ അടിച്ച് ഫുള്ള്. എടാ ഹെഡ് കയറിയത് വിട്, ഡാമേജ് ഒരേപോലെ അല്ലേ? ശരിയാണ് കേട്ടോ, ഫ്രണ്ടിൽ നോക്കുമ്പോ റെഡ്. ബാല നിനക്ക് ഭയങ്കര ഡിസൈഡ്. ഞാനിപ്പോ ഒരു സപ്പോർട്ട് വരും ബാല നിനക്ക്. എല്ലാവർക്കും നാളെ എന്റെ ഒക്കെ മന്തി ഉണ്ട്. ബാലം പ്രോപ്പർ 1 വീണായിരുന്നു. ഞാൻ പോയി ഞാനെടുത്ത് എല്ലാവർക്കും അണ്ണാ എന്റെ കാർബൈന്റെ ഡ്യൂറബിലിറ്റി 0 ആയേ. കാണിച്ചു ഇത് കഴിഞ്ഞപ്പോ ഈ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകാം. ഞാനേ ഏറ്റാക്കെ എല്ലാരും ശ്രദ്ധിച്ചു.
ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എല്ലാവർക്കും അത് തന്നെയാടാ. പുതിയ പൈസകൾ ഫയർ ചെയ്യുമ്പോ FPS പറഞ്ഞിട്ട് ഒരു സ്റ്റട്ടർ ആകുമായിരുന്നു. എനിക്ക് സ്റ്റട്ടറിങ് വന്നിട്ടുണ്ട്. വൈഡ് പ്ലാങ്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ എന്തരത് ഇവിടെ കിട്ടില്ല കിട്ടും എനിക്ക് പറഞ്ഞാലും ഇവിടെ കോസ്റ്റ് ഇല്ലല്ലേ അളിയാ. എന്നിട്ട് ഇവിടെ കേറാൻ നോക്കണ. പക്ഷെ റീഫ്രഷ് ചെയ്യുമ്പോഴാണ് ചാവണം. നോക്കിക്കോണേ. ഈ റീഫ്രഷ് ചെയ്യണതിന്റെ അടിയിൽ അടി കിട്ടിയാലും ചാവും. അതങ്ങനെയാണ് ഞാൻ ചാവണം. കാരണം ലൈഫ് സീറോയിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആവും. ആ സീറോയിൽ അടി കിട്ടിയാൽ ചാവും. അങ്ങനെ ഞാൻ ചത്തടാ. അങ്ങനെ നോക്കിക്കോണേ. നോക്കി തോറി എന്നിട്ട് അയ്യോ എന്നെ പിടിച്ചിട്ട് അവര് നാളെ തൊട്ട് ടോപ്പിക് ആക്കൂടെ ചുമ്മാ ഞാൻ ഇവിടെ വിട്ടായിരുന്നോളാം. അതെ അത് 2 വർഷം മുമ്പത്തെ ഒരു ടോപ്പിക്. അത് കഴിഞ്ഞ് ഇനി വയ്യ ശരിയാവോ വേടേ ബാക്കിയുള്ളവരെ റീഫ്രഷ് ചെയ്യണം. സെക്കൻഡില് 0 HP അത് ഭയങ്കര മണ്ടർ റീഫ്രഷ് ആയത്. നിനക്ക് ഓൾറെഡി ഇത്ര ഹെൽത്ത് ഉണ്ടായിരുന്നു മനസ്സിലായോ. അപ്പൊ നിനക്ക് ഫൈറ്റ് എടുക്കുന്നതിന് ഓപ്ഷൻ റീലോഡ്. പക്ഷെ എന്തായാലും ചാവും. കാരണം റീലോഡ് അടിക്കുമ്പോഴും ചാവും എന്തായാലും. അടുത്ത POV കാണുന്ന മുന്നേ ഞാൻ എല്ലാരോടും ഒരു കാര്യം പറയട്ടെ. ഫൈറ്റ് എടുക്കണ സ്ഥലത്ത് നിന്ന് അടിച്ചോണം. ആരും വലിയല്ലേ എന്നുള്ള കോള് തരില്ല കേട്ടാ. പിന്നെ എല്ലാരും മൈൻഡ് മാറും. ഇത് ഓർമ്മയുണ്ടോ ലാസ്റ്റ് ALX ആയിട്ട് പറ്റി വന്നപ്പോഴത്തേക്ക് പകുതി പേര് വലിയെന്ന് പറഞ്ഞ് അവര് വേണ്ട വലിയ അവ അടിക്കാന്ന് പറഞ്ഞിട്ട് അവസാനം ഉള്ളവരെ കൂടി കുത്തി കൊടുത്താൽ മതി. ഇവിടെ നമ്മള് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ള ആ 3 പേര് അവിടെ ഓപ്പണിൽ അത് ചാവും. അവര് ഇവിടെ വിൽക്കുന്നവരെ ഇപ്പൊ നമ്മള്. അതെ ഒന്നെങ്കിൽ നമ്മളെല്ലാരും ചാവണം. 3 പേര് മാത്രമായിട്ട് ചത്തിട്ട് കാര്യം. ഓക്സി വെക്കില്ലേ ആരാണ് വണ്ടി എടുത്തിട്ട് പോയത്? അവന്റെ ഫ്രണ്ട് വണ്ടി എടുത്തിട്ട് പോയി ഓക്സിയുടെ ഫ്രണ്ട് ചെയ്ത്. ഓക്സിയുടെ കവറാണ് നഷ്ടപ്പെട്ടത് അവിടെ. ഓക്സി ഭയങ്കര ദേഷ്യത്തില്. ഓക്സി ആരാണ് വണ്ടി എടുത്തിട്ട് പോയത്? Thank you for the 100 rupees, Anildev bro. Thank you for the 100 rupees. Thank you bro. അവരുടെ വണ്ടി POV വെക്കും. പിന്നെ ഞാൻ പിന്നെ അണ്ടി എത്ര വരെ വെച്ചോണ്ടിരുന്നത് എന്റെ അടുത്ത് ഇവിടെ ഐസ് വേടിയോടാ. ഇപ്പൊ അടിച്ചിട്ടാടാ ഞാൻ വണ്ടി അപ്പൊ അടിച്ചേര്. നല്ല ഇവന്മാരുടെ വണ്ടിക്കിട്ട് വെടിവെക്കുമ്പോണ്ടല്ലോ നല്ല കത്തല്. നിക്ക് എല്ലാവരുടെ ഇടയിൽ കൂടെ പോയിട്ട് നോക്കുകയാണ് ഇവിടെ. ആളെടുത്തിട്ട് പോയത് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ അടുത്ത നല്ല പൊസിഷൻ പിടിച്ചേനെ. പറ്റിയില്ല അവിടെ ഇതായിപ്പോയി. ഗണ്ണിന്റെ റേഞ്ച് എങ്ങനെയാണോ ഞാൻ ലോങ് വെച്ച് കൊള്ളോടാ ഇതൊക്കെ. റെക്കോർഡിന്റെ അല്ല ആപ്ലിക്കേഷൻ ഷെയർ ചെയ്തോണ്ടല്ലേ ഫയർ ചെയ്യണ മുമ്പ് ടെക്സ്റ്റൈൽസ് ഇപ്പൊ പറയും POV വേണം, മറ്റേ സാധനം വേണം. വണ്ടി ഇരിക്കുമ്പോഴേ കിടന്ന്
നിനക്ക് സ്റ്റക്ക് ആവുന്നില്ലടാ, നിനക്ക് സ്റ്റക്ക് ആവുന്നില്ല. ഇല്ല. ആ അപ്പൊ അവന്റെ മീഡിയ രാജനെ പറയാഞ്ഞത് ഏജ് ടെക്സ്റ്റൈൽസ് അവിടെ 0.25 ഇട്ട് വീഡിയോ. വന്ന് 3 ഹെഡ് 90 ബോഡി ഹൈപ്പർ ഓർമ്മയുണ്ടോ? ഒരു സർപ്രൈസ് 19 ബോഡി ഓർമ്മയുണ്ടോ? ഹൈപ്പർ അപ്പാ ഇല്ല. മെസ്സേജ് കാണുന്നില്ല. 3 ഹെഡ് 19 ബോഡി. 19 ബോഡിയാണ് കേട്ടാ. ബോഡി അടിച്ച് കൊല്ലാന്നുള്ള ചിന്ത വേണമെങ്കിൽ 3 പേരുന്ന ഒരുത്തരെ അടിക്കണം മിനിമം, അല്ലെങ്കിൽ അടിക്കട്ടെ. ഇല്ലില്ല എന്നാലും ചാവില്ല. രാവണൻ ചത്തില്ല പിന്നെന്ത്. മിനിമം 3 പേരുന്ന ഒരുത്തരെ അടിച്ചിട്ടേ കൊല്ലാൻ മറ്റേ ഇതിന്റെ എക്സൈറ്റിസ്റ്റ് ഗ്യാങ് ചാറ്റ് ഒന്ന് എടുത്ത് നോക്കിയേ. ഇപ്പഴാ എടുത്ത് നോക്കി. കരച്ചിലാണോ? 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 അല്ല എടുത്ത് നോക്കി. കാണിച്ചാ നീ സ്ക്രീൻ ഷെയർ കാണിച്ചാ എനിക്കൊന്ന് പോസ് ചെയ്തോടാ. ഇപ്പോഴത്തെ 2 മിനിറ്റ് മുമ്പ് ആൾക്ക് മനസ്സിലായി. ഞാന് 2 ഹെഡ് എടുക്കും. അവിടെ ആ മറ്റേ വൺ വേ ഇല്ല. അതെന്തിനാ പോയാണ്ടില്ലോ? ഇവ എങ്ങനെയാടാ ഇവിടെ എത്തിയത്? ഞാനാണെങ്കിൽ അറിയത്തുകൂടിയില്ല. ചത്തോയ ഇവിടെയാണോ നിക്ക? നീ വിളിച്ചത് സപ്പോർട്ട് ആ ഇപ്പഴാണ് നിക്ക് വിളിച്ചത് സപ്പോർട്ട് വേണമെന്ന്. റേഡിയോ മേടിച്ച് നിക്കുന്നുണ്ട്. നമ്മളെത്ര ലാസ്റ്റ്? ഒരു 5-6 പേരെന്തോ ഉണ്ട്. എല്ലാം കഴിയുമ്പോ കത്തി കയറിയോ? ഞാൻ ആദ്യം കത്തി. ഞാനും നോക്കിയപ്പോ കഴിഞ്ഞപ്പോഴും കുല എത്തിയില്ലേ? 14 എല്ലാരും അടിപൊളിയായിട്ട് കളിച്ചടാ. പക്ഷെ നമ്മള് കുറച്ച് ദിവസം വാറെടുക്കാത്ത പിന്നെ ഗൺ മെക്കാനിസം പരിചയമില്ലാത്തതിന്റെ ഒരു ഇത് കുറവുണ്ട്. പിന്നെ അണ്ണാ വണ്ടി കയറാൻ പാടാണ്. വണ്ടി കയറാൻ പാടല്ലേ? നമ്മളെ കിടന്ന് ഓട് വരുന്നു. കറങ്ങി തിരിഞ്ഞു കയറും. ബ്രോ ഓർമ്മയുണ്ടോ? ഒരു സർപ്രൈസ് ഉണ്ടെന്ന് രായന്റെ സ്റ്റാറ്റില്. ഞാൻ രായന്റെ ലൈവ് എടുത്തു. ഹൈപ്പർ ക്രൂസ്. ഓ എന്റെ ലൈവ് കാണുന്നുണ്ടാ? എവിടെ കാണുന്നുണ്ടാ? കളറൊക്കെ അടിച്ചോ മുടി? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എവിടുന്ന് തുടങ്ങണം? ഞാൻ 120 FPS സ്ട്രീം ചെയ്യണത്. 120 FPS റെക്കോർഡ് ചെയ്തത്. ഇവിടെ എവിടെ ഫൈറ്റ് എവിടെ ആയിരുന്നു? 48 FPS ഇവിടെ എനിക്ക്. ഇത് റെക്കോർഡ് സ്മൂത്ത് ആണേ ഉള്ളൂ. ഗെയിം പ്ലേയിൽ ഇത്ര സ്മൂത്ത് ഇല്ല. നാളെ കത്തും കേട്ടോ PC. അതെന്താ അങ്ങനെ ഇത് 200 FPS 200 കേറി. നോക്ക് കണ്ട പെട്ടെന്ന് 180 രണ്ട് പയ്യന്മാരവിടെ ഇന്ന് അടിക്കുന്നു. 2 പയ്യന്മാരവിടെ. ഈ 2 പയ്യന്മാരെ കണ്ടിട്ട് എനിക്ക് പേടിയാണ്. ബാലനൊക്കെ ഇപ്പൊ വീഴും അവിടെ ഇരുന്ന്. ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്തേക്ക് പോകുമ്പോ ബാലം വീഴും കേട്ടോ. ഇവിടെ ബാലം വീണതാണ്. ഞാൻ വിചാരിച്ച ബാലം ചത്തന്ന്. അപ്പൊ എന്റെ കോൺഫിഡൻസ് കുറച്ചുകൂടെ കുറഞ്ഞു. ഓരോ ആൾക്കാര് ചാവുമ്പോ കാണുമ്പോഴാണ് പ്രശ്നം. ഞാൻ വിചാരിച്ചു ചത്തന്ന് വിചാരിച്ചത്. ഇപ്പൊ ഉയർത്തന്നെ കുറച്ച് കഴിയുമ്പോ പൊന്തി വരുമോ? വാരപത്ത്. അപ്പൊ ഓക്കെ പവറായി. പവറായിട്ട് പിന്നെ വീണ്ടും അടി തുടങ്ങി. എനിക്ക് മനസ്സിലായില്ല. ലൈഫിലെ വരെ അറിഞ്ഞില്ല.
ജില്ലപ്പടപട അത് പൈസ കൊടുത്ത് വരുത്തിച്ച ഒരു പൈരല്ലേടാ നീ അവൻ എന്നെ അടിയടാന്ന് പറഞ്ഞു ഒരു ലാസ്റ്റത്തെ ഇവിടെ ബാലം 1v1 കഷ്ടപ്പെടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ബാലിന് സഹായിച്ചു. അവന്റെ ബെല്ലടിച്ചേട്ടാ ഇത് വാറണ്ടല്ല, ഇത് ജീറ്റ് ചെയ്യണ പേറ്റ് പിന്നെ 40 സീരീസ് കാർഡിലെ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. സത്യമാണ്. ഇപ്പൊ 30 സീരീസ് താഴെ ആർക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ല. നീ വന്നിട്ട് കൊറേ അസറ്റ്സും മറ്റു കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അതിന്റെ ഞാൻ ഈ വാറി മരിക്കേണ്ടവനായിരുന്നു. കാണിച്ചുതരാം. എടാ സൂര്യ നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയത് ആറാ? ഞാൻ ഈ വാറ് കളിക്കേണ്ടവനായിരുന്നു. പടയടി, നടയടി, പോയി വീട്ടടി, നമ്മുടെ കോച്ച് ലൈവാണ്. പുള്ളി 500 ഉണ്ടെങ്കിൽ 60K ആവും. പറ്റുന്ന എല്ലാരും ഒന്ന് കോച്ചിനെ ഒന്ന് സബ് ചെയ്യുക. ഒരു 500 രൂപ ഉണ്ടെങ്കിൽ പുള്ളി 5K ആവും. ഒന്ന് സബ് 5K ആവുന്ന 500 രൂപ 60K കേസ്. എല്ലാവരും ഒന്ന് സബ് ചെയ്തും സപ്പോർട്ട് സബ് ചെയ്യാത്തവരുണ്ട് കേസ്. പുള്ളി ഒരുപാട് ലൈവൊക്കെ ഇടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ഹി ഡിസർവ്സ് മോർ സബ്. സോ എല്ലാവരും ഒന്ന് പറ്റുന്ന എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും പബ്ജിയിലോട്ടും കയറും. അപ്പോൾ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഇവിടെ ഹെഡ് അടിക്കുന്നവർക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഹെഡാണ് അഡ്വാൻറ്റേജ്. വലിയ വലിയ പിക്കില്ലെന്ന് തോന്നുന്നു. ഇല്ല എനിക്ക് പിക്കില്ല. വലിയൊരു ഇടിച്ചിട്ടാണ് ഇത് ഇടിച്ച് ഞാൻ ആദ്യമേ കാണിക്കും ബ്രോ. ഞാൻ എന്ത് പിഒവി കാണിക്കാം? എല്ലാ പിഒവി ഞാൻ കാണിച്ചു. ഇനി ആരാ പിഒവി ഞാൻ കാണിക്കാം? എന്റെ പിഒവി കാണിക്കണം. ഞാൻ പുഷിയാന്ന് പറഞ്ഞില്ല. അവിടെ നോക്കുമ്പോ 5 പേര്. അപ്പൊ ഞാൻ പറയാം മരിക്കും. സുനിയുടെ വെയിറ്റ് ചെയ്യും. സുനിയുടെ വ്യൂ അടികൊണ്ട് ഓടിയ സീനല്ലേ? അവന് അടികൊണ്ട് ഓടിയ സീനാണ് അത്. പിക്കിന്റെ അല്ലേ? നിങ്ങളെ ഒരു കാര്യം കാണിക്കാതെ പറയുമ്പോ കാണിക്കുക. അതിന്റെ ഇടയിൽ നിങ്ങൾ ഈ ചാറ്റിൽ കിടന്ന് പറ്റി ഇങ്ങനെ എനിക്ക് ഇതൊക്കെയാണ് കലി വരുന്നത്. ഈ ചാറ്റിലുള്ളത് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോ അതിന്റെ ഇടയിൽ ഇത് എന്ന് പറഞ്ഞോണ്ടിരിക്കും. അതിന്റെ ഇടയിൽ കൂടി മറ്റേ കത്തി സിനിമയുടെ ക്ലൈമാക്സിലെ ഓടേന്ന് എണീറ്റ് വരുന്ന വിജയനെ കണക്ക് നമ്മുടെ കാർണേജിനുണ്ടെന്ന് അതാണ് ഞാൻ പറഞ്ഞ പുള്ളി ഡേയ്സായിട്ട് കളിക്കും പുള്ളിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുരി ഒരു സെക്കൻഡാ സുരി വിശദം കാണുമ്പോൾ വിശദമായി കാണാം സുരി. അതുകൊണ്ടാണ് വേറെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇത് സുനിയുടെ പിഒ കഴിഞ്ഞിട്ട് നമുക്ക് റേഡ് കറക്റ്റ് ആയിട്ടോ. എന്നെ കാണിച്ചിട്ടുള്ളൂ. അത് കാണിച്ചു കൊടുത്തിട്ടെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം. ഇവിടെ എന്നെ ഇത് തന്തക്കി വിളിക്കും. സുനിയുടെ പിഒ പുണ്ടച്ചി തന്നെ വിളിക്കാറായി. എന്നെ അങ്ങനെ വിളിക്കും. ഇവിടെ കൂട്ടത്തിൽ 2 പേര് മനസ്സിൽ വിളിച്ചു കഴിഞ്ഞു. എന്റെ ചാനൽ നോക്കിയാൽ അത് പ്രൈവറ്റ് ആക്കി വെച്ചേക്കുവാണ് ഗൈസ്. ഞാൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് പോയില്ല. ചാനലിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴേ വീണ്ടും പോകും. നീ പ്ലേ ചെയ്യാത്തതെന്ന് ആലോചിക്കുന്നു ഞാൻ. രണ്ട് പണകേശം കൂടിയാണ് പറയണത്. ഞാൻ പോളയാ 48 കുടിച്ചിട്ട് കമ്പാക്കുള്ളൂ. പറയാം ഞാൻ ശരിക്കും മരിക്കേണ്ടവനായിരുന്നു അണ്ണ.
ഇനി സ്റ്റോറി പറയണ പ്ലേ ചെയ്തിട്ട് വണ്ടി കോഴിക്കോട് പ്ലേടാ പൊട്ടച്ചി ശരിക്കും മരിക്കുക എന്തായിരുന്നു അണ്ണാ നമ്മ 12 വട്ടം പറഞ്ഞിപ്പോ അത് അയ്യോ അതൊരു 0-0 ഇത് മരിച്ചതാണ്, ഇത് മരിക്കേണ്ടതല്ല. ആത്മാവിനെയാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ചത്ത മറ്റേതൊക്കെ വന്നു. ആദ്യം ഹീലടിക്കാത്തില്ലടാ, പെട്ടെന്ന് അടിച്ചു കാണൂടാ. പിന്നെ അവിടെ മറ്റേ ഹാർട്ട് അറ്റാക്ക് മറ്റേ BP പെടുക്കാറൊക്കെയാണ് എനിക്ക് ഇവിടെ. ആ സത്യം അണ്ണാ ഞാനേ അണ്ണാ ഇവിടെ മൗസൊക്കെ അടിച്ചടിച്ചടിച്ച് മൗസൊക്കെ വെളിയിൽ പോയി. ഞാൻ ഇവിടെ തൊടയിലൊക്കെ വെച്ചാണ് അടിച്ച പകുതി. ബാക്കി തൊട വെച്ചടിക്കാൻ ആ ഫ്ലോയിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വണ്ടി പോണ ഫ്ലോ തൊട വെച്ചപ്പോ കുറച്ചുകൂടി റീക്വൽ കൺട്രോൾ ആവുന്നുണ്ട്. ഇനിയിപ്പോ അവിടെ ചടിക്കാതെ നല്ല സ്മൂത്ത് ഇതാണ് ഇത്, ഇത്രേ ഉള്ളു. മനസ്സിലായി? ഇതാണ്. ഓക്കെ, അപ്പൊ സെറ്റ് എല്ലാവരുടെയും POV ആയിട്ടുണ്ട്. ഇനി POV എന്ന് പറഞ്ഞ ഇവിടെ അടി ഉണ്ടാക്കരുത്. ഓക്കെ, ഞാൻ എങ്ങനെ പ്ലേട്ടാ ഡൗൺ ആയി. അത് പിക്കായിരുന്നു ചെറിയ ഡിലേ ഉണ്ടായിരുന്നു കാണിക്കാൻ. നീ മറ്റേത് അപ്പോഴേ വണ്ടി എടുത്ത് വിട്ടുള്ള ചേട്ടാ പോയിട്ടാ. നമുക്കൊന്നും വണ്ടി കിട്ടില്ല. പിന്നെ ഇവിടെ നിക്കാണ് കിട്ടുന്നത്. പക്ഷെ നല്ല കൊണ്ട് കുത്തിച്ചത് നന്നായി. അമ്മമാര് ബാക്കിലോട്ട് വലിയ ഫുൾ അവിടെ അമ്മമാരെ. പിന്നെ ഞാൻ നോക്കുമ്പോഴേ നേരത്തെ വന്നിരുന്നെങ്കിലേ കുറച്ച് നേരത്തെ നമുക്ക് രണ്ടുപേർക്ക് പണ്ണായിരുന്നു. മെഴുകി ഇത്ര തന്നെ. കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഞാൻ ചാവലായിരുന്നു. ഇവർക്ക് നാളെ മട്ടൻ മന്തി കൊടുക്കുമോ ഇല്ലയോ?